എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ജയൻ സ്വീറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഷെഫ് ജെനിസൺ. വളരെയേറെ പോഷകദായകമായ ഒന്നാണ് ചക്കയും അനുബന്ധ ഭാഗങ്ങളായ ചക്കക്കുരുവും. ചക്കക്കുരു ഉണക്കി പൊടിച്ച് അവ ഉപയോഗിച്ച് നല്ലൊരു കുക്കീസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. ബട്ടർ 65 ഗ്രാം, സോഫ്റ്റ് മാർഗരിൻ 65 ഗ്രാം, നെയ്യ് 10 ഗ്രാം, മുട്ട ഒരു മുട്ടയുടെ പകുതി, പഞ്ചസാര പൊടി 100 ഗ്രാം, ചക്കക്കുരുപ്പൊടി 150 ഗ്രാം, മൈദ 30 ഗ്രാം, വാനില പൗഡർ 5 ഗ്രാം, പാൽപ്പൊടി 10 ഗ്രാം, ബേക്കിംഗ് പൗഡർ 2 ഗ്രാം, ഏലക്കപ്പൊടി 5 ഗ്രാം. ആദ്യമായി വൃത്തിയുള്ള ഒരു പാത്രത്തിൽ ബട്ടറും മാർഗരിനും അളന്നെടുക്കുക. ഇതിലേക്ക് നെയ്യ്, പൊട്ടിച്ചുടച്ച ഒരു മുട്ടയുടെ പകുതി, 5 ml വാനില എസൻസ് എന്നിവ ചേർക്കുക. ഇതിലേക്ക് പഞ്ചസാര പൊടി കൂടി ചേർത്ത് കൈകൊണ്ടോ അല്ലെങ്കിൽ ഒരു ബീറ്ററിന്റെയോ സഹായത്താൽ നന്നായി ക്രീം ചെയ്തെടുക്കുക. ക്രീം പരുവമായെന്ന് ഉറപ്പാക്കിയ ശേഷം അരിച്ചു വെച്ചിരിക്കുന്ന മൈദ, ചക്കക്കുരുപ്പൊടി, പാൽപ്പൊടി മുതലായ പൊടി രൂപത്തിലുള്ള ചേരുവകൾ ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. തുടർന്ന് തയ്യാറാക്കിയിരിക്കുന്ന മാവിനെ ആവശ്യമായ വലുപ്പത്തിൽ ഉരുളകളാക്കി എടുക്കുക. ഇവിടെ 12 ഗ്രാം തൂക്കത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഉരുട്ടുമ്പോൾ നന്നായി അമർത്തി യോജിപ്പിച്ച് ഉരുട്ടേണ്ടതാണ്. ഉരുട്ടിയെടുത്തിരിക്കുന്ന ഇവയെ ഉടൻ തന്നെ വൃത്തിയുള്ള ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റി നിശ്ചിത അകലത്തിൽ നിരത്തുക. തുടർന്ന് ഇവയ്ക്ക് മുകളിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ച് അമർത്തി സ്കോർ ചെയ്യുക. ഉരുട്ടിയെടുത്തിരിക്കുന്ന ഇവയെ ബേക്ക് ചെയ്യുന്നതിനായി ഓവനെ 165 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യുക. ചൂടാക്കിയിരിക്കുന്ന ഓവനിൽ 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുക. ബേക്കിങ്ങിന് ശേഷം ചൂടാറാൻ അനുവദിക്കുക. കുക്കീസ് ഓവനിൽ നിന്നും ഇറങ്ങിയ ഉടൻ വളരെ മയമുള്ളതും അത് തണുക്കുന്നതിനനുസരിച്ച് പൊടിച്ചിലുള്ളതുമായി മാറുന്നതാണ്. വായു കടക്കാത്ത ടിന്നുകളിലാക്കി 40 ദിവസം മുതൽ 60 ദിവസം വരെ കേടുകൂടാതെ ഇവ സൂക്ഷിക്കാവുന്നതുമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന രുചികരമായ നല്ലൊരു ജാക്ക് ഫ്രൂട്ട് സീഡ് കുക്കീസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഇന്നീ വീഡിയോയിലൂടെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ സപ്പോർട്ടുകളും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.